ഹേയ് സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സർക്കിട്ട് കുറേ നാളെ വെയിറ്റ് ചെയ്യണം. മനോമാസിൽ കുറച്ച് നാളെ കമ്മ്യൂണിറ്റി പോസ്റ്ററിൽ വന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഡേറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 26 ആണ് മനോരമ മാക്സിലൂടെ നമ്മുടെ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമ തിയേറ്ററിൽ ചെറിയൊരു ഹിറ്റായിരുന്നു, എന്നാൽ പിന്നെ വലിയ ഹിറ്റായൊന്നും ആയില്ല. ഇനി അടുത്തത് നമ്മുടെ സെയ്യാർ എന്ന സിനിമയാണ്. ഈ സിനിമ അത്യാവശ്യം ഹിറ്റായ സിനിമയാണ്. ഈ സിനിമ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങാണ് സെപ്റ്റംബർ 12. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ് ഇന്നാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. നമ്മുടെ പാർവതി തിരുവോത ആദ്യമായിട്ട് പോലീസ് വേഷത്തിലെത്തുന്ന സിനിമയാണ് പ്രഥമ ദൃഷ്ട കുറ്റക്കാർ എന്ന സിനിമ. നമ്മുടെ ഷഹാദാണ് ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്തായാലും നമ്മുടെ മാത്യു തോമസ് അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ നല്ലൊരു സിനിമ ആവട്ടെ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ തന്നെ ആവട്ടെ. ഇനി അടുത്തത് വേറെ അപ്ഡേറ്റ് നമ്മുടെ കാന്ത എന്ന സിനിമയാണ്. സിനിമ സെപ്റ്റംബർ 12 റിലീസ് ചെയ്യാനിരിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ലോകയുടെയൊക്കെ അറിയാലോ, അത്യാവശ്യം നല്ല ഹിറ്റായിട്ട് ഇപ്പോൾ തന്നെ 200 കോടി ക്ലബ്ബിൽ കയറിയതാണ്. അപ്പോൾ ഇനി അതിൻ്റെ വിജയം തുടരാൻ വേണ്ടി അതിൻ്റെ ഒരു വിജയത്തിന് തടസ്സമാവാണ്ടിരിക്കാൻ നമ്മുടെ ദുൽഖറാണുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അവർ ജസ്റ്റ് റിലീസ് ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് സെപ്റ്റംബർ 12 നിന്ന് പുതിയ ഡേറ്റ് അവർ അറിയിക്കാമെന്നൊരു അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ മിറാഷ് എന്ന സിനിമയുടെ ട്രെയിലർ നാളെ 4/5 നമ്മുടെ ലാലേട്ടൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാതിരാത്രി എന്ന സിനിമ. നമ്മുടെ സൗബിനും സണ്ണി വെയിനും നമ്മുടെ നവ്യ നായർ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ വിജയാണ് മ്യൂസിക്കിൽ. അപ്പോൾ എന്തായാലും മ്യൂസിക് ഉറപ്പായിരിക്കും 100% കിടുമായിരിക്കും. സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ സിനിമയുടെ ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ റിവ്യൂസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.